ഇമാജിൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാർ ഓടിച്ച് പോവാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അടുത്തുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് അറിയണം. ഇതിനായിട്ട് നിങ്ങൾ ഫോൺ എടുത്ത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൂഗിളിനോടോ സീരിയോടോ ഫൈൻഡ് ദ റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇതിന്റെ ആൻസർ അവർ നമുക്ക് വോയിസ് ആയിട്ട് തന്നെ റിപ്ലൈ തരും. അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ സെർച്ച് ക്വറീസിന്റെ 50% വോയിസ് ബേസ്ഡ് ആവും. അതായത് ഹേ അലക്സ, ഓക്കെ ഗൂഗിളിന്റെ ഒക്കെ വോയിസ് സെർച്ച് വോളിയം ഇനി ഇരട്ടിയാവും. ഇത് SEO നന്നായിട്ട് എഫക്ട് ചെയ്യും. മുമ്പ് ആളുകൾ ഗൂഗിളിൽ വേർഡ്സ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്തെങ്കിൽ ഇപ്പൊ കൂടുതലും ആൾക്കാർ വോയിസ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. വോയിസ് സെർച്ചിൽ കൂടുതലും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ് ആവശ്യമായിട്ടുള്ളത്. വോയിസ് സെർച്ച് ക്വറീസ് എപ്പോഴും ലോങ്ങും അതുപോലെ തന്നെ കൺവേർഷനും കൂടുതലുള്ളതായിരിക്കും. ഗൂഗിൾ വേർഡ്സിനല്ല ഇന്റന്റിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കീവേഡ് ബേസ്ഡ് സെർച്ച് ആണെങ്കിൽ വോയിസ് സെർച്ചിൽ ഇന്റന്റ് ആണ് മെയിൻ. അപ്പോൾ വോയിസ് സെർച്ചിൽ നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ആവാനായിട്ട് വോയിസ് ഇന്റന്റ് ഉള്ള കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. വോയിസ് സെർച്ച് ഡോമിനേഷന്റെ ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് പഠിച്ച് നിങ്ങളുടെ ബ്രാൻഡിനെയും കരിയറിനെയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗാൽടെക് സ്കൂൾ ഫോളോ ചെയ്യുക.